ഹായ്, കുളിച്ച് കുട്ടപ്പനായ യൂണിഫോമൊക്കെ ഇട്ട് എവിടെ പോകാമെന്നല്ലേ? ധീരവിൻ്റെ ഫസ്റ്റ് സ്കൂൾ ട്രിപ്പാണ് കേട്ടോ. ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് ഇങ്ങനെ പോകുന്ന ഒരു ട്രിപ്പിന്. അപ്പോൾ തൊട്ടപ്പുറത്തുള്ള ഒരു കുട്ടിയും കൂടി ഉണ്ട് സ്കൂളിലേക്ക് പോകാൻ, അവനും ഉണ്ട് ഈ ട്രിപ്പിന്. അപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ദേവൂട്ടൻ. രണ്ടുപേരും ഭയങ്കര എക്സൈറ്റഡ് ആണ് സ്കൂളിൽ നിന്ന് ട്രിപ്പ് പോകാൻ. ലുലു മാളിലേക്കാണ് പോകുന്നത്. ലുലു മാളിലെ ഫണ്ടിയൂറയിലാണ് പോകുന്നത്. ഇത് എക്സൈറ്റ്മെൻറ്റിൻ്റെ പീക്കിലെത്തിയൊരു എക്സ്പ്രഷനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും റെഡിയായി. ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു, അതുകൊണ്ട് നമ്മൾ കാറിൽ കൊണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാവരും സ്കൂളിലെത്തി. പുറപ്പെടാൻ വേണ്ടിയിട്ട് എല്ലാവരും റെഡി ആയിട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സ്കൂൾ ബസ്സും എത്തിക്കഴിഞ്ഞു. ബസ്സിലെല്ലാവരും കയറിയിരുന്ന് സെറ്റായി ഹാപ്പി ആയിട്ട് എല്ലാവരും ഇരിക്കുകയാണ്. അങ്ങനെ പ്രയറിന് ശേഷം ബസ് എടുക്കാറായി. ഒന്നാം നാൾ ഉല്ലാസയാത്ര പോയപ്പോൾ, അങ്ങനെ ഒന്നാം നാൾ ഉല്ലാസയാത്ര പോയാണ് നമ്മൾ കുട്ടികൾ. അങ്ങനെ ഞങ്ങളും അവരുടെ ബാക്കിൽ നിന്ന് പോയി. ഞാനും ആദ്യമായിട്ടാണ് ലുലുവിൽ പോകുന്നത്. ഒന്ന് ചുറ്റിയടിച്ച് കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു. അത് അവരുടെ ബസ് അവിടെ എത്തിക്കഴിഞ്ഞു. പക്ഷേ ഞങ്ങൾ അവർ ലാസ്റ്റാണ് കേട്ടോ കണ്ടത്. ഞങ്ങൾ അവരുടെ ഫ്രണ്ടിലെത്തിയില്ല. കാരണം ആ കുട്ടികളല്ലേ, നമ്മളെ കാണുമ്പോൾ പെട്ടെന്ന് അടുത്തോട്ട് വരണമെന്ന് തോന്നിയാലല്ല വരും. വന്നാൽ പിന്നെ പണി വാളും. അവരുടെ ആ ഒരു വൈബ് മൂഡും എല്ലാം മാറും. അതുകൊണ്ട് നമ്മൾ മാറി നിന്ന് ചില്ലായിട്ട് നിന്നു. അവരെ വൈകിട്ടാണ് കണ്ടത്. കുട്ടികൾ ഞങ്ങളെ കണ്ടില്ലെങ്കിലും ഞങ്ങൾ അവിടെ കാണുന്നുണ്ടായിരുന്നു ദൂരെ നിന്ന്. ആക്ച്വലി അവർ ഫുഡ് കഴിക്കുന്ന സമയത്താണ് നമ്മളവിടെ കണ്ടത്. ഭയങ്കര ദൂരെ ഇരുന്ന് ധീരവ് അവിടെ ഇരിക്കുന്നുണ്ടോ, അങ്ങനെ ഇരുന്ന് കഴിക്കുന്ന കണ്ടു. ലാസ്റ്റാണ് കേട്ടോ ഞങ്ങൾ അവരുടെ ഫ്രണ്ടിലെത്തിയത്. അപ്പോൾ ഒരു ധീരവിന് എന്നെ കാണാൻ പറ്റിയൊരു സമയം ഇതാണ്. അപ്പോൾ അവൻ കുറേ നേരം എന്നെ ഇങ്ങനെ തിരിഞ്ഞ് നോക്കുന്നുണ്ടായിരുന്നു. ഇതെങ്ങനെ ഇവിടെ എത്തി എന്നുള്ളൊരു മട്ടിൽ. ഞങ്ങളെ കണ്ട ശേഷം ലാസ്റ്റ് അവർക്ക് ട്രെയിനിൽ കയറുന്ന ഒരു സെക്ഷനും കൂടി ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് കുട്ടികളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. അങ്ങനെ ട്രെയിൻ യാത്രയൊക്കെ കഴിഞ്ഞ് ധീരവിനെയും ആദിത്യദേവിനെയും ഞങ്ങളോടൊപ്പം വിട്ടു ടീച്ചേഴ്സ്. അതിനുശേഷം അവരെ കുറച്ച് സമയം കൂടി അവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒന്ന് എൻഗേജ് ചെയ്യിപ്പിച്ചതിന് ശേഷം ഞങ്ങളും അവിടെ നിന്ന് തിരിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ, സീ യു.